എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ള തൃശ്ശൂർ തണ്ടിലത്താണ്. ഉഷസ് എന്നാണ് ഈ പ്രൊജക്റ്റിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഏതുവരെയായി, ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ പറയാനായിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ഗ്രേ സ്ട്രക്ചർ കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ അതിൻ്റെ റൂഫിംഗ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ വർക്ക് ഇതുവരെയായി, എന്തൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു ചെറിയ ഐഡിയ തരാനായിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ പോയിട്ട് ബാക്കി സ്പേസ് എല്ലാം കാണാം. ഇതാണ് നമ്മുടെ എക്സ്റ്റീരിയർ എലിവേഷൻ വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു സിറ്റ് ഔട്ട് എടുക്കാനുണ്ട്, പിന്നെ അതുപോലെ ഈ സൈഡിലായിട്ട് ഒരു പോർച്ചും കൊടുക്കാനായിട്ടുണ്ട്. ഫ്രണ്ട് ഫേസ് ഫുള്ള് വിൻഡോസ് ആണ് വരുന്നത്. ഇവിടെ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെയായിട്ടാണ് നമ്മൾ ലിവിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊരു പൂജ സ്പേസ് ആണ്. പിന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഒരു എൻട്രി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെയാണ് വരിക. ഫ്യൂച്ചറിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പൂൾ ആഡ് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ പാസേജ് ആണ്. ഇതാണ് എല്ലാ റൂംസും കണക്ട് ചെയ്യുന്നൊരു പാസേജ് വരുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ തന്നെ നമ്മുടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇതിൻ്റെ ബെഡ് ഹെഡ് ആ പോർഷനിൻ്റെ വരും. പിന്നെ ഇവിടെയാണ് നമ്മുടെ 2 വിൻഡോസ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് അതിൻ്റെ ടോയ്ലറ്റും വാർഡ്രോബൊക്കെ ഈ പോർഷനായിട്ട് വരിക. പിന്നെ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇത് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഒരു ഓപ്പൺ സ്ലൈഡിങ് ഡോർസ് വരുന്നത്. ഇവിടെ നമുക്ക് ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതുപോലെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ആ പോർഷനിലായിട്ടാണ് സ്റ്റീൽ സ്റ്റെയറും കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ഡൈനിങ് സ്പേസ് വരുന്നത്. ഈ ഒരു സ്പേസ് ഫുള്ളി ഡബിൾ ഹൈറ്റ് ആണ്. ഇപ്പോൾ മേലേക്ക് ആയാലും ഇപ്പോൾ തന്നെ ഇവിടെ നല്ല കാറ്റ് വരുന്നുണ്ട്. ക്രോസ് വെന്റിലേഷനും എല്ലാ ലൈറ്റിങ്ങും എല്ലാം പ്രോപ്പറായിട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഈ സ്പേസസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മൾ കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. പിന്നെ നേരെ കാണുന്നതാണ് കിച്ചൺ. അവിടെ കിച്ചണിൻ്റെ വാർഡ്രോബ്സും കാര്യങ്ങളൊക്കെ വരും ഈ പോർഷനിലായാലും. പിന്നെ അതുപോലെ കിച്ചണിനോട് അടുത്തായിട്ടാണ് നമ്മൾ പാരൻസിൻ്റെ റൂം കൊടുത്തിരിക്കുന്നത്. ഒരു ഡ്രസ്സിങ് ഏരിയ വരും ചെറുതായിട്ട്. പിന്നെ ഇതിലൊരു ടോയ്ലറ്റ് ഉണ്ട്. ഇത് ഫുള്ളി ഓപ്പൺ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ UPVCയുടെ സ്ലൈഡിങ് വിൻഡോസ് ആണ് വരുന്നത്. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് കിടക്കാം എന്നുള്ള രീതിക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്ന പോർഷനിലാണ് നമ്മുടെ ബെഡ് ഹെഡ് വരുന്നത്. ഇവിടെ ഒരു വാർഡ്രോബും പിന്നെ അവിടെ ഒരു ടേബിളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അല്ല, സ്റ്റെയർ കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ പോർഷനിലാണ് എത്തുക. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെയർ കൊടുക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ലാൻഡിങ് വരും. അവിടെ തന്നെ ഒരു ബേ വിൻഡോയും കാര്യങ്ങളും വരും. പിന്നെ ഇപ്പോൾ ഈ കട്ടൗട്ടായിട്ട് ഇട്ടിരിക്കുന്ന പോർഷനിൽ നമ്മൾ ജാളിയാണ് കൊടുക്കാൻ പോകുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഗ്ലാസിൻ്റെ ഓപ്പണിങ്സ് ആണ് വരിക. ഇത് മെയിൻലി ലൈറ്റിനായിട്ടുള്ള സോഴ്സായിട്ട് കൊടുത്തേക്കുന്നത്. ഈ ഭാഗത്ത് ജാളി വരുമ്പോൾ നമുക്ക് ഇപ്പുറത്തും വിൻഡോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2 ബേ വിൻഡോസ്. അവിടെ ഇരിക്കാനോ എടുക്കാനോ എന്തിനു വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മളിവിടെ ലിവിങ് സ്പേസ് മേലത്തെ ഫ്ലോറിൽ വേറെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ബേ വിൻഡോ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് മാറും. പിന്നെ അതുപോലെ ഇതിൽ നമ്മൾ ഓപ്പൺ ഡോഴ്സ് പോലത്തെ ടൈപ്പ് വിൻഡോസാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നല്ല ക്രോസ് വെന്റിലേഷനും കാര്യങ്ങളായിരിക്കും. പിന്നെ ഈ ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്ന 2 ബെഡ്റൂമിലേക്കാണ്. ഇത് മേലത്തെ ബെഡ്റൂം. ഇത് നമ്മുടെ 3rd ബെഡ്റൂമായിട്ട് വരും. ഇവിടെ ഈ സൈഡിൽ ഫ്രണ്ട് ഫേസ് ചെയ്യണ പോർഷനിൽ ഫുൾ സൈസ് വിൻഡോസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻട്രൽ പോർഷനിൽ നമുക്ക് ഗ്ലാസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് വരാനുണ്ട്. ഇവിടെയാണ് ബെഡ് ഹെഡ് ആ പോർഷനിലാണ് വരിക. പിന്നെ ഇവിടെയായിട്ടാണ് നമ്മുടെ വാർഡ്രോബും ടോയ്ലറ്റും ഈ പോർഷനിൽ തന്നെയായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് അടുത്ത ബെഡ്റൂമാണ്, ബെഡ്റൂം 4. ഇവിടെ ഈ പോർഷനിലാണ് ബെഡ് ഹെഡ് വരിക. പിന്നെ ഈ ഫ്രണ്ട് ഫേസ് ചെയ്യുന്ന പോർഷനിൽ ഫുള്ള് നമ്മൾ ഓപ്പണിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, ഫുൾ സൈസ് വിൻഡോസ്. ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ വാർഡ്രോബ്, അവിടെ ഒരു സ്റ്റഡി ടേബിളൊക്കെ കാര്യങ്ങളൊക്കെ വരും. ഇതിൻ്റെ ടോയ്ലറ്റ് ഇതിനകത്ത് തന്നെയാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ വിൻഡോയിൽ ഇവിടെ സ്റ്റഡി ചെയ്യാനിരിക്കുന്ന സമയത്ത് ടേബിളിൽ നിന്നായാലും എനിക്ക് പുറത്തേക്ക് നല്ല ഒരു കണക്ഷൻ കിട്ടുന്ന രീതിക്കാണ് നമ്മൾ ഈ വിൻഡോസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് ഇവിടെ ഈ ഓപ്പൺ ഡൈനിങ് സ്പേസിലേക്ക് നല്ല കണക്ഷനാണ് കിട്ടുക. പിന്നെ അതുപോലെ ഇവിടുന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ ടെറസും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും തുണി ഉണക്കാനോ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസിന് വേണമെങ്കിൽ ഈ സ്പേസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടുന്ന് മേലേക്കൊരു സ്റ്റീൽ സ്റ്റെയർ വരും. മേലെ വാട്ടർ ടാങ്കും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ മേലെ വരുന്നുള്ളൂ. ഈ വീടിൻ്റെ ഒരു 40% വർക്കുകളെ കഴിഞ്ഞിട്ടുള്ളൂ. ഗ്രേ സ്ട്രക്ചർ ഫുള്ളായിട്ട് കഴിഞ്ഞു. പിന്നെ റൂഫിംഗ് വർക്കുകൾ നമ്മുടെ മെയിനായിട്ടുള്ള പോർഷനിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനി ഫ്രണ്ടിലത്തെ സിറ്റ് ഔട്ട്, ലാൻഡ്സ്കേപ്പ്, പിന്നെ ഇൻറ്റീരിയർ വർക്ക്, ഫ്ലോറിങ്, അങ്ങനത്തെ പണികളൊക്കെ ഇനിയും എടുക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീടിനെ പറ്റി ഒരു ചെറിയ ഐഡിയ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. മെയിൻ ഡിസൈൻ സംഭവങ്ങളൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണിക്കുന്നുണ്ടാവുക. അതുവരെ എല്ലാവർക്കും ബൈ.